ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 25 ഫൈനലി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് കുറേ റീട്രൈ അടിക്കണം ഗൈസ്, അതാണ് ഒരു സീനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ അടിപൊളിയാണെന്ന് തോന്നുന്നു ഗൈസ് കണ്ടിട്ട്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം ഗൈസ്. ഇത് എന്ത് റീട്രൈ ആണ് ഗൈസ്. ഞാൻ റീട്രൈ എന്തായാലും അടിച്ചിട്ട് തരാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് വലിയ സീനില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി പുള്ളി കയറുമ്പോൾ എങ്ങനെയാവുന്നൊക്കെ നോക്കാം എന്തായാലും. ഓക്കെ ഗൈസ്, ഒത്തിരി നേരം മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നില്ല ഗൈസ്. വെക്കൊന്നും തന്നെ നമുക്ക് സെറ്റായിട്ട് നമുക്ക് സാധനം കിട്ടി. അപ്പോൾ എന്തൊക്കെ വന്ന് നോക്കാം എന്തായാലും. ഓക്കെ, എന്തോ ഫ്രീ സ്പിന്നും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഓ ഗൈസ്, നമുക്ക് സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മുടെ മെസ്സിയുടെ പ്രീമിയം പാക്കെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കോയിൻ എന്തായാലും എൻ്റെ ഇപ്പോൾ 32 കോയിനുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് എന്താണ് ഗൈസ്, എവിടെ കയറിയാലും ഇത് എന്താണോ റീട്രൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഡെയിലി ഗെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, പുതിയൊരു ഡെയിലി ഗെയിമാണ് തുടങ്ങിയേക്കുന്നത്. ഓക്കെ 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 നമുക്ക് റിബറിയുടെ ഒരു ഗാർഡ് ഫ്രീ കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു പെനാൽറ്റി അടിച്ചിട്ട് തുടങ്ങാം. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട്. ഗോൾ അടിച്ചു. ഓക്കെ, നമുക്ക് ഓക്കെ നമ്മളങ്ങനെ പെനാൽറ്റിയിൽ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഓക്കെ ഒരു റിബറിയുടെ കാർഡ് നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് കോയിൻസും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ ഓ ഗൈസ്, ഇതെന്താണ് ഞാൻ കാണുന്നത് ഗൈസ്, ഡേവിഡ് ബെക്കാമിൻ്റെ ഒരു കാർഡുണ്ട്. പിന്നെ ഒരു സെൻറ്റർ ബാക്ക് ഉണ്ട്, കുറച്ച് ഫ്യൂച്ചർ കാർഡ്സൊക്കെ ഉണ്ട് ഗൈസ്. അതെന്തായാലും കിടുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്പിനകത്തു നിന്ന് അങ്ങനെ കുറേ എപ്പിക്ക് കിട്ടും ഗൈസ്. ഓക്കെ, അതെന്തായാലും നന്നായിട്ടുണ്ട്. എന്തായാലും വേറെ എന്താണ് വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ലെവൻഡോസ്കിയുടെ ഒരു കാർഡ് ഫ്രീ കിട്ടി. അതുപോലെ തന്നെ സനയുടെ ഒരു കാർഡ് ഫ്രീ കിട്ടി ഗൈസ്. അത് നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് അവർ. അപ്പോൾ വേറെ എന്താണ് വന്നിട്ടുള്ളതെന്നൊക്കെ നോക്കാം. ഒബ്ജക്റ്റീവിനകത്ത് എന്താണ് ഗൈസ് വന്നിട്ടുള്ളത്. ഒബ്ജക്റ്റീവിനകത്ത് സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ്റെ ഒരു സംഭവം വന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓ, റീട്രൈ പ്രോബ്ലമാണ് ഗൈസ്. എന്തുപാട് റീട്രൈ അടിച്ച് ബാക്കിയുള്ള എൻ്റെ ഊപ്പാട് വരുമല്ലോ ഗൈസ്. ഇത് കുറേ റീട്രൈ അടിക്കണം ഗൈസ്. ഞാൻ കുറേ റീട്രൈ അടിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയത്. എൻ്റെ അള്ളിയ സമ്മതിക്കണം. അപ്പോൾ എന്തായാലും റീട്രൈ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, റീട്രൈ അടിച്ചടിച്ച് ഒരുമാതിരി മറ്റോടത്ത് ഇതായി പോയി ഗൈസ്. റീട്രൈ എന്ത് റീട്രൈടാ, കുറേ അടിക്കണത്. എന്തൊരു റീട്രൈ അടിച്ചാലാണ് ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ എന്തായാലും റീട്രൈ എല്ലാം അടിച്ച് നമ്മളെന്തായാലും ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം ഗൈസ്. ഓക്കെ, ഒരു 50 ക്ലബ് കോയിൻ കിടക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഫ്രീ സ്പിന്ന് കിടക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവിന് എന്തോ ഓക്കെ, ഒബ്ജക്റ്റീവിനകത്ത് കോയിനുണ്ട് ഗൈസ്. കോയിൻ നമുക്ക് ആവശ്യമാണ് ഗൈസ്. എൻ്റെ കയ്യിൽ 32 കോയിനുള്ളൂ. എന്തായാലും കോയിൻ സേവ് ചെയ്യാണ് ഗൈസ്. മെസ്സിയുടെ അല്ലെങ്കിൽ നെയ്മറിൻ്റെ പ്രീമിയം പാക്ക് എന്തായാലും ഞാൻ എടുക്കും. അതിനുവേണ്ടി കോയിൻ സേവ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഇതെന്താണ് റീട്രൈ. ഓക്കെ, നമ്മളെന്തായാലും നോക്കാം ഗൈസ്. വേറെ എന്താണ് വന്നിട്ടുള്ളത് ഗൈസ്. പാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പാക്കിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ലിയോ മെസ്സിയുടെ ഒരു പാക്ക് വന്ന് നടക്കുന്നുണ്ട് ഗൈസ്. ബാർസയുടെ വെർഷനാണ് മെസ്സിയുടെ. കിടിലൊരു കാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് മെസ്സിനെ കൂടാതെ കുറച്ച് പ്ലേയേഴ്സും കൂടി ഉണ്ട്. ഓക്കെ, ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. പിന്നെ നമുക്കൊരു സ്ട്രിപ്പ് കിട്ടും. പിന്നെ അത് കൂടാതെ നെയ്മറിൻ്റെ ഭാഗം നോക്കുവാണെങ്കിലും നെയ്മറിൻ്റെ കാർഡും അത്യാവശ്യം കിടിലൊരു കാർഡാണ്. അതുകൂടാതെ അതിന് ഒപ്പം കുറച്ച് കാർഡ്സും കൂടി ഉണ്ട് നമുക്ക്. പിന്നെ ഒരു സ്ട്രിപ്പും കിട്ടും ഗൈസ്. പിന്നെ വേറെ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഷോർട്ട് ടൈം മെസ്സിനെ അവർ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്തായാലും വന്ന് കിടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഷോർട്ട് ടൈം മെസ്സി ഉണ്ട് ഗൈസ്. പക്ഷേ ഇതിനകത്ത് 10 പ്ലേയേഴ്സ് ഉണ്ടല്ലോ, മെസ്സിനെ കിട്ടില്ലേ എനിക്കറിയില്ല. ഗൈസ്, ഇത് 10 പ്ലേയേഴ്സിന് നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ബേസ് കാർഡ് ഉൾപ്പെടെ.
പിന്നെ പ്ലെയർ ഓഫ് ദി വീക്കാണ് അടുത്തൊരു പാക്ക് പറയാനുള്ളത്. പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദി വീക്കിൽ നമ്മുടെ റൊണാൾഡോ വന്നെടുക്കുന്നുണ്ട്. റൊണാൾഡോ ഉണ്ട്, അതുപോലെ തന്നെ മുഷ്യാല ഉണ്ട്, റൈസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലെയർ ഓഫ് ദി വീക്ക് തന്നെയാണ് വന്നേക്കണേ. കുഴപ്പമില്ലാത്ത കുറേ കിടിലം കാർഡ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ഒക്കെ ഇറക്കിയിട്ട് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷനാണ് ഗൈസ്. ഓ ഗൈസ്, ഇതാണ് അവർ നമുക്ക് കോൺട്രാക്റ്റിന് പകരമായിട്ട് ഫ്രീ എപ്പിക് പാക്ക് ആയിരുന്നു പറഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂസ്റ്റർ കാർഡിന് തന്നെയാണ് ഗൈസ് അവർ കൊണ്ടുവന്നേക്കണേ. അതുകൂടാതെ കിടിലായിട്ടുള്ള കുറച്ചൊന്നുമല്ല കിടിലായിട്ടുള്ള ഫ്യൂച്ചർ കാർഡ്സ് അതിൻ്റെ ഒപ്പം ഉണ്ട്. എനിക്ക് 8 ഫ്രീ സ്പിന്നാണ് ഗൈസ് ഉള്ളൂ. ഇതിനകത്ത് 100 പ്ലേയേഴ്സ് ഉണ്ട്, എനിക്ക് 8 ഫ്രീ സ്പിന്നേ ഉള്ളൂ. അപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ പാക്കിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ എന്തായാലും പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് നമ്മളെന്തായാലും ഇടാം ഗൈസ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ടാർഗറ്റ് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഡേവിഡ്സൊക്കെ ടാർഗറ്റാണ്, പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് ബറേസി പുള്ളി ടാർഗറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. പിന്നെ അടുത്തത് നമ്മുടെ മാജിക്കൽ ഡ്രിബിളർ എന്ന് പറഞ്ഞ നോമിനേഷൻ പാക്കൊക്കെ വന്ന് എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും സെറ്റാക്കണം. പിന്നെ വേറെ എന്താണ് ഈ വന്നിട്ടുള്ളത്, നോക്കട്ടെ ഗൈസ്. പിന്നെ മെഷീനകത്ത് ഇതെന്താണ്? ഓ ഗൈസ്, ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇതിനകത്ത് നമുക്ക് കോയിൻ കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതിനകത്ത് 100 കോയിൻ കിട്ടുന്നുണ്ട് ഗൈസ്. 100 കോയിൻ, അതുപോലെ തന്നെ നോമിനേഷൻ കാർഡ്, പിന്നെ അർണോൾഡിൻ്റെ ഒരു കാർഡ് ഫ്രീ കിട്ടുന്നുണ്ട്. അതെന്തായാലും കിടുക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മാച്ച് പാസിൽ പിന്നെ വന്നേക്കുന്ന പ്ലെയർ നോക്കുവാണെങ്കിൽ ഓക്കെ കോമാൻ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പെക്യൂറ്റ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാച്ച് പാസൊക്കെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വേറെ നമുക്ക് നോക്കേണ്ടത് മാച്ചാണ്. അതിനു മുമ്പ് നമുക്ക് ഷോപ്പിനകത്തൊന്ന് പോട്ടെ. ഷോപ്പിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും പ്ലെയറിനെ ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ ഗൈസ്. ഇല്ല ഗൈസ്, ഇല്ല. പ്ലെയറിനൊന്നും അത് നേരത്തെ വന്ന പ്ലെയർ തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്, വേറെ പ്ലെയേഴ്സിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വേറെ നമുക്ക് കോയിൻ്റെ സെയിൽ ആണെങ്കിൽ നേരത്തെ വന്ന കോയിൻ്റെ സെയിൽ തന്നെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ വേറെ നമ്മുടെ ഈ പാക്ക് തന്നെയാണ് കൂടുതലും അട്രാക്റ്റ് ചെയ്യുന്നത്. മെസ്സിയുടെ ഒരു പാക്ക്, അതുപോലെ തന്നെ നെയ്മറിൻ്റെ ഒരു പാക്ക്. എന്തായാലും കോയിൻ സേവ് ചെയ്തിട്ട് എന്തായാലും ആ പാക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം ഗൈസ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 32 കോയിനാണ് ഗൈസ് ഉള്ളൂ. ഓക്കെ, മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ AI മാച്ച് ഓക്കെ എക്സിബിഷൻ. ഓക്കെ, AI മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഓ ഗൈസ്, ഇതിനകത്ത് കോയിനുണ്ട്. ഓ ഗൈസ്, ഇതിനകത്ത് 100 കോയിനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അത്യാവശ്യം കോയിൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പാനിഷ് ലീഗിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ വന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിന്നും പിന്നെ അതുപോലെ തന്നെ 500 ഈ ഫുട്ബോൾ പോയിൻറ്റും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ കോയിൻ്റെ ഇവൻ്റ് ഇപ്പോൾ ഇതിനകത്താണ്. ഓക്കെ, ഇതിനകത്ത് കോയിൻ ഇവൻ്റാണ്. ഇതിനകത്ത് നിന്ന് നമുക്കൊരു ബൂസ്റ്റർ കിട്ടും ഗൈസ്. ബൂസ്റ്ററുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ട്രെയിനിങ് GP. ഓക്കെ, ഇതിനകത്തായിരിക്കും മിക്കവാറും നമ്മുടെ കോയിൻ ഇവൻ്റ് കിടക്കുന്നത്. ഓക്കെ, 50 കോയിൻ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, 50 കോയിൻ തന്നെയാണ് ഗൈസ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ എന്തായാലും കളിച്ച് അതൊക്കെ എടുക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കളക്ട് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ സ്നോ മോഡും അതുപോലെ തന്നെ റെയിൻ മോഡൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മാച്ച് കളിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ കളിച്ച് നോക്കണം. ഓക്കെ, പിന്നെ വേറെ എന്താണ് ഗൈസ്, പിന്നെ നമുക്ക് എന്തായാലും പാക്ക് ഓപ്പണിങ്ങിലേക്ക് കിടക്കാം എന്തായാലും കിടക്കാം ഗൈസ്. അപ്പോൾ ഇതൊന്ന് കളക്ട് ചെയ്യട്ടെ. ഇത് റീട്രേ അടിച്ചു, കുറേ സമയം അങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. റീട്രേ ആണ് പ്രശ്നം, കുറേ റീട്രേ അടിച്ചു. ഒന്ന് ഗെയിമിലേക്ക് കയറാൻ റീട്രേ അടിച്ചു, പിന്നെ അവിടെ നിന്ന് ഇൻബോക്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ റീട്രേ അടിച്ചു, ഒരു മാച്ചിലേക്ക് കിടക്കാൻ വേണ്ടി റീട്രേ അടിച്ചു. എന്തോരം റീട്രേ ആണ്. ഓക്കെ, നമുക്കെന്തായാലും കറക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് മെസ്സിയുടെ പാക്ക് കറക്കാം ഗൈസ്. എന്തായാലും മെസ്സി ഫ്രീ ആണ്.
അപ്പോൾ എന്തായാലും ഷോർട്ട് ടൈമാണ്. 2 ബൂസ്റ്റർ, നമുക്കൊരു ബൂസ്റ്റർ അഡീഷണൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് ഫസ്റ്റ് ടൈം നമുക്ക് എന്തായാലും സ്പിൻ എടുക്കാം. ഓക്കെ, ഹെർ വി ഗോ ഫസ്റ്റ് 2025 ഈ ഫുട്ബോളിലെ ഫസ്റ്റ് സ്പിന്നാണ്. മെസ്സി തന്നെ തുടക്കം. ഓക്കെ, നമ്മുടെ മേളിൽ കമ്പിത്തിരിയും പടകവും എല്ലാം പൊട്ടുന്നുണ്ട്. ഓക്കെ, ഷോർട്ട് ടൈം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എല്ലാ പ്ലേയേഴ്സിനെയും കിട്ടും. എല്ലാ ബേസ് കാർഡിനെയും കിട്ടും, മെസ്സിനെയും കിട്ടും. ഓക്കെ, അങ്ങനെയാണ് സംഭവം. ഓക്കെ, മെസ്സിനെ കിട്ടിയിട്ടുണ്ട്, ലിയോ മെസ്സി. ഓക്കെ, അങ്ങനെ ലിയോ മെസ്സിനെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കളിപ്പിച്ചൊക്കെ നോക്കാം. ഓക്കെ, ഹിയർ വി ഗോ, ലിയോ മെസ്സി. ഓക്കെ, അങ്ങനെ നമുക്ക് മെസ്സിനെ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ റൊണാൾഡോയുടെ ഒരു യങ് കാർഡ് പോലും ഒരു കൊണ്ടുവരുന്നില്ല. റൊണാൾഡോ അംബാസഡർ ആയിരുന്നെങ്കിൽ ഇവർ കൊണ്ടുവന്നേനെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഈ ഫ്രീ സ്പിൻ എന്തായാലും എടുക്കാം. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ആരെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദി ഒക്കെ ഇറക്കിയിട്ട് ആരെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ എപ്പിക് പാക്കിൻ്റെ നമുക്ക് ആ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ആ പാക്ക്, അതിനകത്തൊന്നും ആരെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എപ്പിക്ക് അടിച്ചോന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും നമുക്കിനി പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെയും കൂടി ഫ്രീ സ്പിൻ എന്തായാലും എടുക്കുക. ഓക്കെ, എനിക്കിതിനകത്ത് ടാർഗറ്റ് പറയുകയാണെങ്കിൽ റൊണാൾഡോ ടാർഗറ്റാണ്. അതുപോലെ തന്നെ റൊണാൾഡോ ആണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. പിന്നെ മുഷ്യാല ടാർഗറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നമ്മളെന്തായാലും ഫ്രീ സ്പിൻ എടുക്കുകയാണ്. ഹിയർ വി ഗോ. ആരാണ് ഗൈസ്? ആരാണ്? അപ്പോൾ നമുക്കെന്തായാലും നോക്കാം. ഓക്കെ, മേളിൽ കളറൊക്കെ മാറുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ പച്ച കളർ ഇല്ലല്ലോ. ആരാണ്? ഓക്കെ, ആരാണ്? ഓ ഗൈസ്, നമ്പർ 9 അൽവാരസ് ആണ്. കുഴപ്പമില്ല, എന്തായാലും അൽവാരസിനെ കിട്ടിയിട്ടുണ്ട്. അൽവാരസിൻ്റെ ഇപ്പം എൻ്റെ 3 കാർഡുണ്ട്. കുഴപ്പമില്ല, അൽവാരസിനെ എന്തായാലും നമുക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും എപ്പിക്കിൻ്റെ ഫ്രീ സ്പിന്നായിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്.